കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. ആദ്യം 33 വർഷം വിവിധ കുറ്റകൃത്യങ്ങൾ പ്രകാരം തടവും പിന്നീട് ജീവപര്യന്തവും ശിക്ഷ അനുഭവിക്കണം. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാൻ കഴിയില്ലെന്ന കോടതി നിരീക്ഷണത്തിൽ അപ്പീൽ പോകുമെന്ന് വന്ദനയുടെ കുടുംബം അറിയിച്ചു. ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302, 307, 326, 324, 323, 341, 201 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ. ആശുപത്രി സംരക്ഷണ നിയമത്തിലെ 3-4 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യവും പ്രതി ചെയ്തതായി തെളിഞ്ഞിട്ടുണ്ട്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദാണ് ശിക്ഷ വിധിച്ചത്. 33 വർഷം വിവിധ കുറ്റകൃത്യങ്ങൾ പ്രകാരം തടവും പിന്നീട് ജീവപര്യന്തവും ശിക്ഷ അനുഭവിക്കണം. 1 ലക്ഷം രൂപ പിഴയും ശിക്ഷയായി വിധിച്ചിട്ടുണ്ട്. വിചാരണ കാലയളവിൽ അനുഭവിച്ച ശിക്ഷ കുറയുന്നതോടെ 30 വർഷവും ജീവപര്യന്തവുമായി ശിക്ഷാവിധി മാറും. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണക്കാക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ ഗൂഢാലോചനയും മുൻവൈരാഗ്യവും ഇല്ലാത്ത കേസ് അപൂർവമായി കണക്കാക്കാൻ കഴിയില്ലെന്നതാണ് കോടതി നിരീക്ഷണം. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ പറഞ്ഞു. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമെന്ന് കോടതി പ്രത്യേകമായി കണ്ടെത്താത്ത സാഹചര്യത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ പ്രോസിക്യൂഷൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. തന്റെ മകളെ പ്രതി ക്രൂരമായാണ് കൊലപ്പെടുത്തിയതെന്നും അർഹമായ ശിക്ഷ ലഭിക്കണമെന്നും വന്ദനയുടെ മാതാപിതാക്കൾ പറഞ്ഞു. എൻ്റെ മകളുടെ ശരീരത്തിലേറ്റ 27 കുത്ത്, ഒരു കൈയിലെയും കാലിലെയും മാംസത്തോടു കൂടി അടർന്നു പോയ ശരീരം, 45-50 കിലോ ഭാരമുള്ള ഒരു കൊച്ചിൻ്റെ ശരീരത്തിൽ വിറക് കീറുന്നത് പോലെ കുത്തിക്കീറിയത്, ആ വേദനയെല്ലാം അറിയാൻ അവൻ തയ്യാറാകണം. അങ്ങനെയുള്ള ശിക്ഷ കിട്ടണം. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനയെ പ്രതി സന്ദീപ് അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത്. ജനം, കൊല്ലം.